യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകൾ അത് കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. അതിൽ മൂന്നാമത്തെയോ നാലാമത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. യൂറിക് ആസിഡ് ഉള്ള ഒരാൾക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. ഒന്നാമത്തത്, പ്യൂരിൻ കൂടുതലടങ്ങിയ ഭക്ഷണം പരമാവധി കുറച്ച് കൊണ്ടുവരിക. അതായത് റെഡ് മീറ്റ്, ബീഫ്, മട്ടൻ, പോർക്ക്, കോഴിപ്പാട്സ്, ലിവർ, അതായത് ഓർഗൻ മീറ്റ്, അതുപോലെ തന്നെ മത്സ്യ വിഭവങ്ങളായിട്ടുള്ള ചെമ്മീൻ, കൂന്തൾ, ഞണ്ട്, കടുക്ക, അതുപോലെ തന്നെ മറ്റു മത്സ്യങ്ങളും കൂടുതൽ കഴിക്കുന്നത് യൂറിക് ആസിഡ് കൂടുതലുള്ള സമയത്ത് കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ പിന്നെ മദ്യം, കോളയൊക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കുക യൂറിക് ആസിഡ് കൂടുതലുള്ള സമയത്ത്. രണ്ടാമത്തത്, എങ്ങനെ നമ്മൾ നോക്കിയാലും നമ്മുടെ ബോഡിയിൽ പ്യൂരിൻ എത്തും, യൂറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ യൂറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് അധികവും മൂത്രത്തിലൂടെയാണ്, യൂറിനിലൂടെയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളം മഞ്ഞ നിറത്തിൽ മൂത്രം ഒഴിക്കുന്ന രൂപത്തിൽ ഒരുപാട് വെള്ളം കുടിക്കുക. നമുക്ക് ദാഹം ഉണ്ടെങ്കിലും ദാഹം ഇല്ലെങ്കിലും യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഇളം മഞ്ഞ നിറത്തിൽ നന്നായിട്ട് മൂത്രം ഒഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തത്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അധിക പേരും യൂറിക് ആസിഡ് കൂടുതലാണെന്ന് പറയുന്നത് ഒരു 25-30 വയസ്സിന് ശേഷമാണ്. അതായത് കല്യാണം കഴിഞ്ഞ് ജോലി കിട്ടി, ആക്ടിവിറ്റിയൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്, ഇരുന്നിട്ടാണ് ജോലി, പണ്ടത്തെ പോലെ കളിക്കാൻ പോകുന്നില്ല, ജിമ്മിന് പോകുന്നില്ല, തടിയൊക്കെ കുറച്ച് കൂടി, അതിനുശേഷമാണ് യൂറിക് ആസിഡ് കൂടിയെന്നാണ് പലരും പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു പഴയ ഒരു ആക്ടിവിറ്റി ലെവലിലേക്ക് പോവുക. കാർബ് കൂടുതലുള്ള, കാലറി കൂടുതലുള്ള ഭക്ഷണം കുറക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ദിവസം ഒരു 1/2 മുതൽ 3/4 മണിക്കൂർ വ്യായാമം ചെയ്യുക, മാക്സിമം ബോഡി മൂവ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിട്ട് തടി കൂടുതലുള്ളതൊക്കെ കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ആവശ്യത്തിനൊക്കെ കഴിക്കാൻ പറ്റും. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറിക് ആസിഡ് കൂടുന്നത് ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുടെ കൂടെയും അല്ലെങ്കിൽ മറ്റ് ചികിത്സകൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നമ്മളെ ബ്ലഡിൽ യൂറിക് ആസിഡ് കൂടാം. അപ്പോൾ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടിയാൽ ഇത് ജീവിതശൈലിയുടെ ഭാഗമാണെന്ന് വിചാരിച്ചിട്ട് സ്വയം ചികിത്സക്ക് മുതിരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് യൂറിക് ആസിഡ് കൂടി, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തണം.